ഹൈഡ്രജൻ കാറുകളുടെ കാലം തുടങ്ങാൻ പോവുകയാണോ? നമ്മുടെ നിരത്തുകളിലെ താരം സുസുക്കി സ്വിഫ്റ്റിന്റെ ഒരു ഹൈഡ്രജൻ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇതിൽ പെട്രോൾ അടിക്കേണ്ട, ഡീസലും വേണ്ട, പകരം ഹൈഡ്രജൻ ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം. എന്താണ് ഈ പുതിയ ടെക്നോളജി? ഇത് ഉടനെ നമ്മുടെ നിരത്തുകളിൽ എത്തുമോ? നമുക്ക് വിശദമായി നോക്കാം. ലോകം മുഴുവൻ ഇപ്പോൾ ക്ലീൻ ഫ്യുവൽ അഥവാ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾക്ക് പിന്നാലെയാണ്. ഇലക്ട്രിക് കാറുകൾ പോലെ തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒന്നാണ് ഹൈഡ്രജൻ ടെക്നോളജി. പ്രധാനമായും രണ്ടു തരം ഹൈഡ്രജൻ വണ്ടികളാണുള്ളത്. ഒന്ന് ഹൈഡ്രജൻ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കി ഓടുന്ന ഫ്യുവൽ സെൽ കാറുകൾ. രണ്ട് നമ്മുടെ സാധാരണ എഞ്ചിൻ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഹൈഡ്രജൻ ഇന്ധനമാക്കി കത്തിച്ചോടിക്കുന്നവ. ഇപ്പോൾ ചർച്ചയാകുന്ന ഈ പുതിയ സ്വിഫ്റ്റ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഓസ്ട്രിയൻ കമ്പനിയായ AVL ടെക്നോളജീസും സുസുക്കിയും ചേർന്നാണ് ഈ ഹൈഡ്രജൻ സ്വിഫ്റ്റ് പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിപ്പോൾ ഷോറൂമുകളിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള കാറല്ല, മറിച്ച് ഈ ടെക്നോളജി വിജയിക്കുമോ എന്ന് നോക്കാനുള്ള ഒരു പരീക്ഷണ മോഡൽ മാത്രമാണ്. ഇതിൽ 1.4 ലിറ്റർ ഹൈഡ്രജൻ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ സ്വിഫ്റ്റിൽ പെട്രോൾ അടിക്കുന്നത് പോലെ ഇതിൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഈ ഹൈഡ്രജൻ സ്വിഫ്റ്റ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഏകദേശം 134 HP പവറും 220 Nm ടോർക്കും ഈ എഞ്ചിൻ നൽകുന്നുണ്ട്. സാധാരണ പെട്രോൾ എഞ്ചിനേക്കാൾ കൂടുതൽ കരുത്തും ടോർക്കും ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സ്മൂത്തായ ഡ്രൈവിംഗ് അനുഭവം നൽകുന്നതോടൊപ്പം സൈലൻസറിലൂടെ പുകയ്ക്ക് പകരം വരുന്നത് വെറും നീരാവി മാത്രമായിരിക്കും. ഹൈഡ്രജൻ ആണോ ഇലക്ട്രിക് ആണോ ബെസ്റ്റ്? പലരും ചോദിക്കുന്ന ചോദ്യമാണിത്. ഭാവി ഇലക്ട്രിക് കാറുകൾക്കാണോ അതോ ഹൈഡ്രജൻ കാറുകൾക്കാണോ? ഇലക്ട്രിക് കാറുകൾക്ക് ചാർജിംഗ് സമയം ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ ഹൈഡ്രജൻ കാറുകളിൽ പെട്രോൾ അടിക്കുന്നത് പോലെ മിനിറ്റുകൾക്കുള്ളിൽ ഇന്ധനം നിറയ്ക്കാം. വലിയ ദൂരം യാത്ര ചെയ്യാനും ഇത് സഹായിക്കും. എന്നാൽ ഇന്ത്യയിൽ ഹൈഡ്രജൻ ഫില്ലിംഗ് സ്റ്റേഷനുകൾ വളരെ കുറവാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഹൈഡ്രജൻ ഇന്ധനത്തിന്റെ വലിയൊരു ആരാധകനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം തന്നെ പലപ്പോഴും ഹൈഡ്രജൻ കാറുകളിൽ യാത്ര ചെയ്യാറുണ്ട്. പെട്രോളിനും ഡീസലിനും പകരമായി എത്തനോൾ, CNG, ഇലക്ട്രിക് എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ടെക്നോളജിക്കും സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിനായുള്ള പോളിസികളും പൈലറ്റ് പ്രോജക്റ്റുകളും ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മാരുതി സുസുക്കി ഈ ഹൈഡ്രജൻ സ്വിഫ്റ്റ് ഇന്ത്യയിൽ ഇറക്കുമോ എന്നാണ്. നിലവിൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. എങ്കിലും ഭാവിയിൽ CNGയും ഹൈബ്രിഡും പോലെ ഹൈഡ്രജൻ കാറുകളും മാരുതി പുറത്തിറക്കിയാൽ അത് ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയൊരു വിപ്ലവത്തിന് തന്നെ വഴിയൊരുക്കും. ഹൈഡ്രജൻ ടെക്നോളജി കേൾക്കാൻ നല്ല രസമാണെങ്കിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിക്കാൻ വലിയ ചിലവ് വരും. അതുപോലെ ഇന്ധനത്തിന്റെ വിലയും ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഒന്നും ഈ വണ്ടികൾ നമ്മുടെ നിരത്തിൽ വ്യാപകമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ഇതൊരു നല്ല തുടക്കമാണ്.